ചെറുപ്പത്തിലെ സ്കൂളിൽ നിന്നെല്ലാം ടൂറൊക്കെ കൊണ്ടുപോകുമ്പോൾ ആദ്യം പറയുന്ന സ്ഥലം തിരുവനന്തപുരമാണ്. ഇവിടെയുള്ള പത്മനാഭസ്വാമി ക്ഷേത്രവും അവിടുത്തെ കൊട്ടാരവും മാത്രമല്ല കാഴ്ചബംഗ്ലാവും എല്ലാം കാണാൻ എല്ലാവർക്കും ഭയങ്കര തിരക്കുമായിരിക്കും. എനിക്കെന്തോ അതിനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. എന്നോ ഒരിക്കൽ പോയപ്പോൾ ഒരുപാട് ഓർമ്മകൾ ബാക്കിയാക്കിയിട്ടുണ്ട് ഈ തിരുവനന്തപുരം എന്ന സ്ഥലം. അതിനുശേഷം എപ്പോഴൊക്കെയോ പോയിട്ടുണ്ടെങ്കിലും ക്ഷേത്രത്തിൽ അങ്ങനെ പോകാൻ പറ്റാറില്ല. അതെന്തുകൊണ്ടോ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പോകാനുള്ള വഴികളും വണ്ടികളും അത് യാത്രാ വിവരണങ്ങളും എല്ലാം നമുക്ക് ചുറ്റും കിട്ടും, നമ്മുടെ ഫോണിൽ തന്നെ കിട്ടും. ഇന്നത്തെ കുട്ടികൾക്കൊക്കെ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് എവിടെ വേണമെങ്കിലും പോവാം, കാര്യങ്ങളറിയാം അല്ലേ. നമുക്ക് അപ്പോഴൊരു മടിയാണ്, എങ്ങനെ, എന്ത്, എപ്പോൾ. അത് ആ കാലഘട്ടത്തിൻ്റെ ആയിരിക്കും. ഇത്തവണ ഒന്ന് ക്ഷേത്രത്തിൽ പോകാനൊരു ചാൻസ് കിട്ടി. രാവിലെ തന്നെ റെഡിയായി, ഒരു കുഞ്ഞു സാരി കൊടുത്ത് അങ്ങ് റെഡിയായി. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. എങ്കിലും ആ തിളക്കത്തിൽ ആ ഒരു ഗോപുരം കാണാനൊക്കെ അതിഭംഗിയാണ് കേട്ടോ. എന്തോ വീഡിയോയിലെടുക്കാൻ പാടില്ല, അത്രയും വെയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ചുറ്റുവട്ടത്തുള്ള എന്തെങ്കിലും ഭംഗിയൊക്കെ കണ്ടോട്ടെ വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഞാനിപ്പോൾ കുറച്ച് നാളുകളേ ആയി. ഇന്നിപ്പോൾ മഴയുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു വീഡിയോനൊരു പ്രത്യേക ഭംഗി. അപ്പോൾ ഇത് ഇനി ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റില്ലല്ലോ, എന്തായാലും പോസ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. ഇതാണ് എൻ്റെ തിരുവനന്തപുരം യാത്ര, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള എൻ്റെ യാത്ര. തൊഴുതു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അടുത്ത വീഡിയോ കാണാം. ബൈ.